എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യസ്നേഹികൾക്ക് അത്യന്തം ആവേശം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡായ ഹഫീസ് സയ്യിദിന്റെ വലങ്കയായ ബിലാൽ ആരിഫ് സലാഫി എന്ന് പറയുന്ന സുഡാപ്പിയെ അജ്ഞാതന്മാർ പടമാക്കി. സംഭവം നടക്കുന്നത് 3-4 ദിവസം മുന്നെയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ഇയാളെ കൊല്ലുന്ന വീഡിയോയുടെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു യുവാവും ഒരു യുവതിയും ചേർന്നാണ്, ഏകദേശം 10-20 വയസ്സോ പ്രായം തോന്നിക്കുന്ന ഒരു യുവാവും യുവതിയും ചേർന്നാണ് ഈ ആക്രമണം നടത്തിയത്. ആദ്യം യുവാവ് 2 തവണ വെടിവെക്കുന്നു. യുവതി ഒരു 15-16ഓളം കത്തി കൊണ്ട് കുത്തിയാണ് ഇയാളെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ വലിയ രീതിയിൽ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയാണ് ഇതിന് പിന്നിൽ എന്നാണ് ലഷ്കർ ഇ തൊയ്ബയും പാകിസ്ഥാനൊക്കെ ഒഫീഷ്യലി പറയുന്നത്. പാകിസ്ഥാനിലെ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ അത് 2-3 ദിവസമായിട്ട് ഇത് പൊത്തി മൂടി വെച്ചിരിക്കുകയായിരുന്നു ഈ വാർത്ത. പക്ഷേ പൊടുന്നനെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നേടുന്നു. പാകിസ്ഥാനിലെ വരെ മീഡിയ വരെ അത് ചർച്ചയ്ക്കെടുക്കുന്നു. സംഭവം നടക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയായ മുർദിക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ മർക്കസ് തൈബ എന്ന് പറയുന്ന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് പുറത്തു വരുന്നതിനിടയിലാണ്, അത്രയും ഹൈലി സെക്യൂരിറ്റി ഹൈലി അലേർട്ടഡ് ആയ ഒരു ഏരിയയാണ്, റെഡ് സോൺ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഈ സംഭവം നടന്നത്. നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ലഷ്കർ ഇ തൊയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സായ പഞ്ചാബ് പ്രവിശ്യ മറ്റൊരു പഞ്ചാബ് പ്രവിശ്യയായ ബഹാവൽപൂരിൽ വലിയ രീതിയിലുള്ള ഡാമേജ്, ആ ഹെഡ് ക്വാർട്ടേഴ്സ് ഫുൾ ലഷ്കറിൻ്റെയും ജയ്ഷയുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കയറിയിട്ടാണ് ഇന്ത്യ എന്ന് പണിതത്. അതിനുശേഷം ഇന്ത്യ വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ മാത്രമല്ല, ഇന്ത്യ വലിയ രീതിയിലുള്ള ഈ ഏരിയ കേന്ദ്രീകരിച്ചും ആക്രമണം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ഹഫീസ് സയ്യിദിനെ മൊത്തം അത്ര വരെ വളരെ സെക്യൂർ ആണെന്ന് തോന്നിയിട്ടാണ് ഹഫീസ് സയ്യിദിനെ ബഹാവൽപൂരിലെ ലഷ്കറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ താമസിപ്പിച്ചത്. അതിനുശേഷം ഈ അറ്റാക്ക് നടക്കുക, ഏകദേശം ഇവിടെ അറ്റാക്ക് നടക്കുന്നത് കണ്ടിട്ടാണ് അവിടുന്ന് പൊടുന്നിനെ മാറ്റുകയും പിന്നീട് ഒഫീഷ്യലായിട്ട് പാകിസ്ഥാനെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ആ അറ്റാക്കിൽ, ഇന്ത്യ നടത്തിയ അറ്റാക്കിൽ ഏകദേശം ഹഫീസ് സയ്യിദിൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ, ഭാര്യമാരും അനുജന്മാരും, കുടുംബത്തിൽ 8ഓളം പേർ കൊല്ലപ്പെട്ടു. അതിനുശേഷം വലിയ രീതിയിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഹഫീസ് സയ്യിദ് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്തൊരു വാർത്ത പുറത്തു വന്നിരുന്നു. പാകിസ്ഥാൻ തന്നെ ഒഫീഷ്യലായിട്ട് ഓൺലൈനിൽ വലിയ ക്യാമ്പയിൻ ആരംഭിച്ചു ലഷ്കർ ഇ തൊയ്ബ. അതായത് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആക്രമിച്ച് എല്ലാം തരിപ്പണമാക്കി. അപ്പോൾ അതുകൊണ്ട് അത് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഗവൺമെൻറ് തന്നെ ഏകദേശം പാകിസ്ഥാൻ്റെ എത്ര കോടി രൂപ ലഷ്കർ ഇ തൊയ്ബക്ക് സഹായമായി കൊടുത്തിരുന്നത്, ലോൺ എന്ന രീതിയിലാണ് കൊടുത്തത്. പിന്നെ ഓൺലൈനായിട്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തിയിരുന്നു. അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ ഇതിലോട്ട് ജോയിൻ ചെയ്യണം, നിങ്ങൾ ഫണ്ട് കൊടുക്കണം എന്നൊക്കെ. ആ സമയത്തൊക്കെ പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ നടക്കുമുള്ള ആൾക്കാർ ഈ ലഷ്കർ ഇതിന് വേണ്ടിയിട്ട് ഓൺലൈൻ ക്യാമ്പയിന് വേണ്ടിയിട്ട് നടത്തിയ ക്യാമ്പയിനിൽ അവർ ഹെഡ് ക്വാർട്ടേഴ്സ് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നിരിക്കുന്ന ഈ ഒരു ഹൈലി സെൻസിറ്റീവ് ഏരിയയിൽ മുർദിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന അറ്റാക്കിൽ ഇന്ത്യൻ അജ്ഞാതന്മാരാണ് എന്നാണ് ഇപ്പോൾ മീഡിയകളൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം, ഈ ദുരന്തർ പോലെയുള്ള സിനിമ വലിയ രീതിയിലുള്ള ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ദുരന്തർ എന്ന് പറയുന്ന സിനിമ. ഓരോ ഭാരതീയനും, ആ സിനിമ കണ്ട ഓരോ ഭാരതീയനും എന്തുകൊണ്ടാണ് നോട്ട് നിരോധനം നടത്തിയത്, ഒരു സ്പൈയുടെ ജീവിതം എന്താണ്, എങ്ങനെയാണ് ഇന്ത്യ നമ്മുടെ ഭാരത സർക്കാർ മറ്റു രാജ്യങ്ങളുടെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നത്, മറ്റു രാജ്യങ്ങൾ, അത് പാകിസ്ഥാനും മറ്റ് അമേരിക്കയും അങ്ങനെയുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന വലിയ രീതിയിൽ നല്ല രീതിയിൽ അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. വലിയ ഇമ്പാക്റ്റാണ് ഇന്ത്യയിലെ ജനങ്ങൾ ആ പടം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് റിലീസായിട്ട് പല ആൾക്കാർ ഇപ്പം പറയുന്നതെന്നറിയോ, ഈ ഒരു ലഷ്കർ കമാൻഡർ വധിച്ചത് ശരിക്കും ദുരന്തർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള പ്രൊമോഷനാണ്. ഈ ദുരന്തർ സിനിമ കണ്ടിട്ടാണോ ഇയാൾ അറ്റാക്ക് ചെയ്തത് എന്ന് പോലും, ഇത്തരം അറ്റാക്ക് നടത്തിയത് എന്ന് പോലും ഇപ്പോൾ പ്രചാരം നടക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് കൊല്ലപ്പെട്ട ബിലാൽ ആരിഫ് സലാഫി എന്ന് പറയുന്നത് ഹഫീസ് സയ്യിദിന് ഒരു ബന്ധു കൂടിയാണ്. ഇയാൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഭയങ്കര ഇൻ്റലക്ച്വൽ, ഏകദേശം 12ഓളം ലാംഗ്വേജുകൾ ഇയാൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം. പല യൂറോപ്പിലെ പല രാജ്യങ്ങളിലെ ലാംഗ്വേജും അറിയാം. അപ്പോൾ ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പാകിസ്ഥാനിൽ മൊത്തം ഈ ലഷ്കർ ഇ തൊയ്ബയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യാനും ആൾക്കാരെ അതിലിട്ട് റിക്രൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഹെഡാണ് ഈ ബിലാൽ ആരിഫ് സലാഫി. പിന്നെ അത് മാത്രമല്ല, ഗ്ലോബലായിട്ടുള്ള ഈ ലഷ്കർ ഇ തൊയ്ബയുടെ ആശയം ആകർഷകരായ ആൾക്കാരെ അതിലേക്ക് ആകർഷിച്ച് ലഷ്കർ ഇ തൊയ്ബയിലേക്ക് കൊണ്ടുവരികയും അവർ പല രാജ്യങ്ങളിൽ ട്രെയിനിങ്ങുകൾ വിധേയമാക്കും. അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരാളാണ് ഈ ബിലാൽ ആരിഫ് സലാഫി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ഒരു ഇൻ്റലക്ച്വൽ ഹെഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആൾക്കാർ ഇതിലോട്ട് ആകർഷിക്കാനും, പിന്നെ അത് മാത്രമല്ല നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണം, അത്തരത്തിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ച് ആൾക്കാരെ ഇവരെ ഇതിലൊക്കെ റിക്രൂട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ബിലാൽ ആരിഫ് സലാഫി എന്ന് പറയുന്ന ഈ സുഡാപ്പി. പിന്നെ അതുമാത്രമല്ല, ഇയാൾ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽപ്പെട്ട ഒരു ക്രിമിനൽ കൂടിയാണ്, ഒരു ടെററിസ്റ്റ് കൂടിയാണ്. ഇന്ത്യയുടെ ഒരു വലിയൊരു ലിസ്റ്റുണ്ട്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അജിത് ഡോവൽ NSAയുടെ ചീഫ് ആയതിനു ശേഷവും ഇന്ത്യ വലിയ രീതിയിലുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആരൊക്കെ തട്ടണം, ഇത്ര കാലം ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച ആൾക്കാരെയും ഇന്ത്യക്ക് ഫിനിഷ് ചെയ്യേണ്ട ആൾക്കാരെ വലിയ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് ഓരോന്നായിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതെനിക്ക് തോന്നുന്നു ഒരു 60% 70% കംപ്ലീറ്റ് ആയി. അതിൽ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽപ്പെട്ട
ഒരാളാണ് ബിലാൽ ആരിഫ് സലാഫി. 2014 നടന്ന പത്താൻകോട്ട് അറ്റാക്കിലും പിന്നെ 2016 ഉറി അറ്റാക്കിലും, ഏകദേശം ഉറി അറ്റാക്ക് നടത്തിയത് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഒരുമിച്ചാണ്. അന്നാണ് നമ്മുടെ 19 വീര ജവാന്മാർക്ക് നമ്മൾ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത്. അപ്പോൾ അതിന് പിന്നിൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പല പല സപ്പോർട്ടും കൊടുത്ത ഒരാളാണ് ബിലാൽ ആരിഫ് സലാഫി എന്ന് പറയുന്ന ഈ സുഡാപ്പിയാണ് ഇന്ത്യൻ അജ്ഞാതന്മാർ തീർത്തത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊന്നും ആ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നില്ല, വാർത്തയെ വരുന്നില്ല. ഒരു വാർത്താ ചാനൽ പോലും അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പോലും ഒരു കാർഡ് പോലും പബ്ലിഷ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആൾക്കാർ കൂടുതലും ഈ TV കാണുന്നതിന് പകരം കൂടുതൽ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ കാർഡ് പബ്ലിഷ് ചെയ്യുമല്ലോ. ഇൻസ്റ്റ ആയാലും ഫേസ്ബുക്ക് ആയാലും ഓരോ ഇതിലും ഇത് ചെയ്യും, കാർഡ് പബ്ലിഷ് ചെയ്യും. അത്തരത്തിലുള്ള ഒരു കാർഡ് പോലും കേരളത്തിലെ മീഡിയ പബ്ലിഷ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഈ ദുരന്തർ എന്ന് പറയുന്ന സിനിമയെ കേരളത്തിലടക്കം ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം തന്നെ സംവിധായകൻ രഞ്ജിത്ത് ശങ്കർ എന്ന് പറയുന്ന സംവിധായകൻ പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾ സിനിമ കൊച്ചിയിൽ വെച്ച് ദുരന്തർ സിനിമ കാണുമ്പോൾ നോട്ട് നിരോധനത്തിൻ്റെ ആ സമയം വരുമ്പോൾ തിയേറ്ററിൽ വമ്പൻ കയ്യടിയായിരുന്നു എന്ന്. നിങ്ങൾക്കറിയാലോ, ഈ നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് ഈ മനോരമയിലെ ഷാനി പ്രഭാകർ അടക്കം വലിയ രീതിയിലുള്ള കുപ്രചാരങ്ങൾ അഴിച്ചു വിട്ടു. അതായത് നോട്ട് എടുക്കാൻ വേണ്ടി ക്യൂ നിന്നപ്പോൾ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിച്ചു, ഇത് കള്ളപ്പണം ഉണ്ടാക്കാൻ വേണ്ടി തിരിച്ചു പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്നുമല്ലേ, എത്ര കള്ളപ്പണം പിടിച്ചു അതിനുശേഷം, അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങൾ അഴിച്ചു വിട്ടു. നമുക്കതല്ല, ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോഴല്ലേ ശരിക്കും എന്താണെന്ന് മനസ്സിലായത്. അതായത് കള്ളപ്പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രമല്ല, പല പല ആംഗിൾസും ഉണ്ട് അതിന്. ഈ വലിയ രീതിയിൽ ടെറർ ഫണ്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ വേരോടെ ഇറക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ വലിയ രീതിയിൽ എന്താ പറയുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കുപ്രചരണം നടന്നപ്പോൾ അതിന് പിന്നിൽ ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം മുൻനിർത്തി നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും കേരളത്തിൽ വരില്ല. ഇപ്പോൾ ഇലക്ഷൻ വരികയാണെങ്കിൽ ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ BJPക്ക് ഗുണമാകും എന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും കേരളത്തിൽ പ്രചരിപ്പിക്കാത്തത്. പക്ഷേ ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണം ഇതിന് കൊടുത്തിരിക്കുകയാണ്. എന്ത് തന്നെയായാലും രാജ്യം ആഗ്രഹിക്കുന്ന വാർത്ത, ഏതൊരു രാജ്യസ്നേഹിക്കും, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ രാജ്യത്ത് വികസനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്, നമ്മുടെ രാജ്യം വലിയ രീതിയിൽ കുതിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യസ്നേഹിക്കും രോമാഞ്ചം കൊള്ളുന്നൊരു വാർത്തയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ദുരന്തർ എന്ന് പറയുന്ന സിനിമ വലിയ ഇമ്പാക്റ്റാണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ഈ കോൺഗ്രസ് സർക്കാർ എത്രത്തോളം നമ്മുടെ രാജ്യത്തോട് എന്തൊക്കെ ചതി ചെയ്തു എന്ന് ഈ സിനിമയിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ഈ ഇത്രയും വർഷം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അമേരിക്കയ്ക്ക് മുകളിൽ നിൽക്കേണ്ട ഒരു പൊട്ടൻഷ്യലുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. പക്ഷേ ഈ 60 വർഷം കോൺഗ്രസ് ഭരിച്ചത് അവിടെ നേതാക്കന്മാർക്ക് പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ചില പ്രത്യേക മതവിഭാഗങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരുടെ താല്പര്യങ്ങൾ ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ആയതുകൊണ്ട് നമ്മുടെ രാജ്യം പുറകോട്ട് പോയി. പക്ഷേ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഓരോ ആളെയും, അത് ലോകത്തിൻ്റെ ഏത് കോണിൽ ഒളിച്ചിരുന്നാൽ പോലും അജ്ഞാതന്മാർ അവിടെ എത്തി ഏത് പൊന്നിൻ കുടത്തിൽ പോയി ഒളിച്ചാലും, ഇപ്പോൾ തങ്കം കൊണ്ട് നിർമ്മിച്ച പൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനകത്ത് കയറി ചെന്ന് അജ്ഞാതന്മാർ വെടിയുതിർത്ത് അല്ലെങ്കിൽ ഏത് വിധേനയും തീർത്തിരിക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നമ്മൾ കടപ്പെട്ടിരിക്കേണ്ടത് നമ്മളെ അജിത് ഡോവൽ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ഡോവലിനോട് തന്നെയാണ്. ഇന്ത്യൻ ജെയിംസ് ബോണ്ട്, അതായത് പാകിസ്ഥാനിൽ പോയി ഏകദേശം 7-8 വർഷം പിച്ചക്കാരനായി നടന്നു അവരുടെ ആണവോർജ്ജം പരീക്ഷിക്കണോ എന്ന് കണ്ടുപിടിച്ച് ഇന്ത്യൻ സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തൊരു വ്യക്തിയാണ് സാക്ഷാൽ അജിത് ഡോവൽ. അപ്പോൾ ആ അജിത് ഡോവലിനോട് വേണം കടപ്പെട്ടിരിക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യക്കെതിരെ ആര് പ്രവർത്തിച്ചു കഴിഞ്ഞാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഉടനടി അജ്ഞാതന്മാരെ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സമാനമായ രീതിയിൽ തന്നെയാണ് പാകിസ്ഥാനിലെ മുർദിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ബിലാൽ ആരിഫ് സലാഫി എന്ന് പറയുന്ന ഹഫീസ് സയ്യിദിൻ്റെ വലങ്കയെ ഇന്ത്യൻ അജ്ഞാതന്മാർ തീർത്ത് കളഞ്ഞത്. ഹൈലി സെൻസിറ്റീവ് ഏരിയ ആണത്. അവിടെ നിന്ന് ഈ ആക്രമണം നടത്തിയിട്ട് അവർ രണ്ടുപേരും, ഒരു യുവാവും യുവതിയും വളരെ കൂളായി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തിനായാലും ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.